മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഭൂതസംഖ്യയെക്കുറിച്ച് പഠിച്ചു, കടപയാതി നമ്പർ സിസ്റ്റം വിവരിച്ചു. ഒരു നമ്പർ സിസ്റ്റവും കൂടിയുണ്ട്. കൊടുങ്ങല്ലൂർ ജനിച്ച് 23ാമത്തെ വയസ്സിൽ ആര്യഭടീയം എന്ന ഉജ്ജ്വലമായ ഗ്രന്ഥം AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് മേടസംക്രാന്തി ദിവസം 4 അധ്യായങ്ങളുള്ള ഉജ്ജ്വലമായ ആര്യഭടീയം എന്ന ഗ്രന്ഥം തന്റെ 23ാമത്തെ വയസ്സിൽ എഴുതി തീർത്ത ആര്യഭടൻ എന്ന മലയാളിയായ ആചാര്യൻ. കൊടുങ്ങല്ലൂരല്ല ജനിച്ചത്, പൊന്നാനിയിലാണ് എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും ആര്യഭടീയം എന്ന ഗ്രന്ഥം എഴുതിയതിനു ശേഷം അദ്ദേഹത്തിന് നളന്ദ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആവാൻ സാധിച്ചു. ഇങ്ങനെ ഏറ്റവും ചെറിയൊരു വൈസ് ചാൻസലർ, ഏറ്റവും ചെറുതാന്ന് ഉദ്ദേശിച്ചത് പ്രായത്തിൽ, ആ വൈസ് ചാൻസലറുടെ ആ പുസ്തകം ആര്യഭടീയം എന്ന പുസ്തകം വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൽ വിദേശികൾ തന്നെ 100-100-ൽ പരം കമന്ററികൾ എഴുതിയിട്ടുണ്ട്. ആര്യഭടീയം എന്ന ഗ്രന്ഥം ഞാനും മലയാളത്തിലേക്ക് മോഡേൺ സയൻസ് കൂടി ചേർത്ത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആര്യഭടീയം വിവർത്തനം ചെയ്തവരിൽ കമന്ററി കൊടുത്തതിൽ ഒരാൾ ഞാനാണ് എന്ന അഭിമാനം എനിക്കുണ്ട്. ആ ആര്യഭടീയം എന്ന ഗ്രന്ഥം, അതിനകത്തുള്ള മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ ആര്യഭടീയ നമ്പർ സിസ്റ്റം മനസ്സിലാക്കണം. ആ നമ്പർ സിസ്റ്റം ആര്യഭടീയത്തിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് അറിയാമായിരുന്നത് കൊണ്ട് അവർ ആര്യഭടീയം എന്ന ആ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതി. ആ നമ്പർ സിസ്റ്റം അറിഞ്ഞുകൂടായെങ്കിൽ അവർക്ക് വ്യാഖ്യാനം എഴുതാൻ സാധിക്കില്ല. ആര്യഭടീയ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ക മുതൽക്ക് മാ വരെ, ക ഖ ഗ ങ ച ച ജ ജ അങ്ങനെ പ പ ബ ബ മ. അത് ക 1 ആണെങ്കിൽ മാ 25 വരെയുള്ളത്. അപ്പൊ ക മുതൽക്ക് ഘനാക്ഷരങ്ങള് ശരിക്ക് 25 അക്ഷരങ്ങൾക്ക് ഓർഡറിൽ 25 നമ്പർ എടുക്കണം. ക എന്ന് പറഞ്ഞാൽ 1, ഘ എന്ന് പറഞ്ഞാൽ 2, ച എന്ന് വെച്ച് കഴിഞ്ഞാൽ 6, അങ്ങനെ നമ്പർ. മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25, യാ എന്ന് പറഞ്ഞാൽ 30, രാ എന്ന് പറഞ്ഞാൽ 40, ലാ എന്ന് പറഞ്ഞാൽ 50, യാ രാ ലാ വ 20, 30, 40, 50. ഇനി ഇതാണ് ബേസിക് നമ്പർ. ആര്യഭടീയ നമ്പർ സിസ്റ്റത്തിൽ ഇത് ബേസിക് നമ്പർ. ഇനി ഇതിനകത്ത് ഈ ചേർത്താൽ, ക എന്നുള്ളത് കീ ആക്കിയാല് ഇൻറ്റു 100, ച എന്നുള്ളത് ചീ ആക്കിയാൽ 6 ഇൻറ്റു 100. ഇപ്പോ മാ എന്നുള്ളത് മീ ആക്കിയാല് 25 ഇൻറ്റു 100. യാ 30 ആണെന്ന് ഞാൻ പറഞ്ഞു, അത് ഈ ആക്കിയാല് 30 ഇൻറ്റു 100 3000. അപ്പൊ ശരിക്ക് ക ആ അക്ഷരത്തിന്റെ വില അകാരം ചേർത്താല്, ഇൻറ്റു 100 ഇകാരം ചേർത്താല്, ഇനി ഉകാരം ചേർത്താൽ ഇൻറ്റു 10000, ഋകാരം ചേർത്താൽ ഇൻറ്റു 10 ലക്ഷം. അങ്ങനെ സ്വരാക്ഷരങ്ങൾ ചേരുമ്പോ ഇൻറ്റു 100 ഇൻറ്റു 10000 ഇൻറ്റു 10 ലക്ഷം ഇൻറ്റു 10 കോടി, അങ്ങനെ നമ്പർ ചേർക്കണം. എന്നിട്ട് ആ സംഖ്യകൾ 1ാം സ്ഥാനം, 10ാം സ്ഥാനം, 100ാം സ്ഥാനത്ത് എഴുതല്ല, അവ തമ്മിൽ കൂട്ടണം. അപ്പോഴേ ശരിക്ക് ആര്യഭടീയ സംഖ്യ കിട്ടുള്ളൂ. ഗി ഈ ങ ശ കു വായുകക്ഷ്യാപരിത എന്ന ആര്യഭടീയത്തിലുണ്ട്. ഭൂമിയുടെ വായുമണ്ഡലത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഗി ഈ ങ ശ. എന്താ മനസ്സിലാവുക ആൾക്കാർക്ക്? ഗ എന്ന് പറഞ്ഞാൽ 3, ഗി എന്ന് പറഞ്ഞാൽ 300, ഈ യാ എന്ന് പറഞ്ഞാൽ 30, ഈ എന്ന് പറഞ്ഞാൽ 3000, ഗി 300, ഈ 3000, ങ എന്ന് പറഞ്ഞാൽ 5, ഷ എന്ന് പറഞ്ഞാൽ
70. യാ രാ ല വ ഷ. യാ 20, രാ 30, ല 40, വ 50, ഷ യാ രാ ല വ ഷ 70. 30, 40, 50, 60, 70. ഷ എന്ന് പറഞ്ഞാൽ 70. അപ്പോ ഗീ എന്ന് പറഞ്ഞാൽ 300, ഈ എന്ന് പറഞ്ഞാൽ 3000, ങ എന്ന് പറഞ്ഞാൽ 5, ഷ എന്ന് പറഞ്ഞാൽ 70. അപ്പൊ ഭൂമിയുടെ വായുമണ്ഡലത്തിന്റെ ചുറ്റളവ് 300 പ്ലസ് 3000 പ്ലസ് 5 പ്ലസ് 70, 3375 യോജനയാണ് ഭൂമിയുടെ വായുമണ്ഡലത്തിന്റെ ചുറ്റളവ്. ഇതിനെ ഭൂതസംഖ്യയിൽ ശരാദ്രി രാമാനല യോജനാനി കുവായുകക്ഷ്യാ പരിധ. ശരം എന്ന് പറഞ്ഞാൽ 5, അദ്രി എന്ന് പറഞ്ഞാൽ 7, രാമൻ എന്ന് വെച്ചാൽ 3, അനലൻ എന്ന് വെച്ചാൽ 3, 3375 യോജന. അപ്പൊ ശരാദ്രി രാമാനല യോജനാനി എന്ന ഭൂതസംഖ്യയിൽ പറയുന്നത് ഗി ഇങ ഷ എന്ന ആര്യഭട്ടീയ നമ്പർ സിസ്റ്റത്തിൽ പറയുന്നതും ഒരേപോലെയാണ്. പക്ഷെ ആര്യഭട്ടീയ നമ്പർ സിസ്റ്റം കാ മുതൽക്ക് മാ വരെ 1 മുതൽ 25 വരെ നമ്പറും യാ രാല വാശാഷ എന്നുള്ളത് 30, 40, 50, 60, 70 എന്നുള്ളതും ഇകാരം ചേർക്കുമ്പോൾ ×100, ഉകാരം ജയിക്കുമ്പോൾ ×10,000, പ്രകാരം ചേർക്കുമ്പോൾ ×10 ലക്ഷം. അതിനെ തമ്മിൽ ചേർത്താൽ കൂട്ടിയാൽ കിട്ടുന്നത് എന്തോ അതാണ് സംഖ്യ. നമ്പറുകള് സ്ഥാനരൂപത്തിൽ എഴുതുന്നതല്ല ആര്യഭട്ടീയ സംഖ്യ, അഡീഷൻ എഴുതുന്നതാണ്. നമ്മള് അഡീഷനായിട്ട് എഴുതുന്നതാണ്. ചിലപ്പോൾ നമ്മൾ എഴുതാറില്ലേ, വി എന്ന് പറഞ്ഞാൽ 5, വിയുടെ ഇപ്പുറത്തൊന്ന് എഴുതിയാല് വി ഐ എഴുതിയാല് 5 + 1 6, വി ഐ എഴുതിയാല് 7, വി ഐ എഴുതിയാൽ 8, അല്ലെ ഐ എക്സ് എഴുതിയാൽ 10, ഐ ഇപ്പുറത്ത് എഴുതി കഴിഞ്ഞാൽ 9, എക്സ് എഴുതിയാൽ 10, എക്സിന്റെ അപ്പുറത്തൊന്ന് എഴുതി കഴിഞ്ഞാൽ 11. അഡീഷൻ സമ്പ്രദായം അതാണ് ആര്യഭട്ടീയത്തിന്റെ പ്രത്യേകത, ആര്യഭട്ടീയ നമ്പറിന്റെ പ്രത്യേകത. ആര്യഭടൻ മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ആര്യഭട്ടീയത്തിന് കേരളത്തിന് പുറത്തുണ്ടായ 10,000-ഓളം കമന്ററികൾ എഴുതിയിരിക്കുന്നവർക്കെല്ലാം ആര്യഭട്ടീയൻ നമ്പർ സിസ്റ്റം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കമന്ററി എഴുതാൻ സാധിച്ചത്. ഇങ്ങനെ 4 സംഖ്യാ സമ്പ്രദായങ്ങൾ പഠിച്ചാലേ ഭാരതീയ ഗണിതശാസ്ത്രം പഠിക്കാൻ പറ്റുള്ളൂ. അതിൽ 1 ഭൂതസംഖ്യ, 2 കടവയാദി നമ്പർ സിസ്റ്റം, 3 ആര്യഭട്ടീയ നമ്പർ സിസ്റ്റം, 4-ാമത്തേത് സംസ്കൃത നമ്പർ സിസ്റ്റം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എന്നീ നമ്പർ സിസ്റ്റം. ഈ നമ്പർ പഠിക്കാത്തിടത്തോളം ഭാരതത്തിലെ ജ്യോതിശാസ്ത്ര, ഭാരതത്തിലെ ഗണിതശാസ്ത്ര, ഭാരതത്തിലെ തച്ചുശാസ്ത്ര, വാസ്തുവിദ്യാപരമായിട്ടുള്ള അറിവുകളൊന്നും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ ശരിക്ക് ഈ ഫണ്ടമെന്റൽ ഇല്ലാതെ നമുക്ക് നമ്മുടെ ശാസ്ത്ര പൈതൃകം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറങ്ങളൊക്കെ വർഗൈർ യുജാംബ ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈർ വർജിതയുഗ്മ വർഗൈഹി വ്യാസം ചഷടിക്കണം വിഭജിത് ബലം സ്വം വ്യാസേത്രിനിക്കിനെ പരിധിസ്തദാസ്യാത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള വരികള് വളരെ വ്യാസാത് വനസംഗുണിതാത് പ്രതകാപ്തം ആദി അയുഗ്വിമൂലകനൈഹി വ്യാസേ ത്രിനിക്കിനി ക്രമശഃ സ്വമൃണം കൃത്വാപി പരിധിരാനീയുഹു എന്നുള്ള വരികളൊക്കെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ പോലും ഈ സംഖ്യാസമ്പ്രദായം അറിയണം. ഈ സംഖ്യാസമ്പ്രദായം പഠിച്ചാലേ ഭാരതത്തിലെ ഗണിതശാസ്ത്ര പൈതൃകം, ജ്യോതിശാസ്ത്ര പൈതൃകവും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രണാമം, നമസ്കാരം.